ബി.ജെ.പി വിട്ട തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ സംഘടന എന്ന നിലയിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായും മാറുമെന്നാണ് അണ്ണാമലൈ അറിയിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. രജനീകാന്തിന്റെ ആശീർവാദത്തോടെയാണ് താൻ ബി.ജെ.പിയിലേക്ക് എത്തിയതെന്നും ഭാവി പരിപാടികൾ വ്യക്തമാക്കി കെ അണ്ണാമലൈ പറഞ്ഞു. അതേസമയം കെ അണ്ണാമലൈയുടെ രാജിയിൽ ബി.ജെ.പിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് പാർട്ടി തമിഴ്നാട് അധ്യക്ഷൻ നൈന നാഗേന്ദ്രൻ പ്രതികരിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇങ്ങനെ പാർട്ടി വിടും എന്ന ചില അഭ്യൂഹങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ലൈവിൽ വന്നാണ് അണ്ണാമലൈ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടി വിടുന്നു. ആ പാർട്ടി ബി.ജെ.പി തന്നെ ആ കാര്യം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. രാജി സ്വീകരിച്ചു എന്ന വാർത്ത വരുന്നു. അതിൽ ഈ രാജിക്കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അവിടെ ബി.ജെ.പിക്ക് സംഭവിച്ചത് എന്താണ്, തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ അണ്ണാമലൈ ആ രാജിക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് അതിൽ കൂടുതൽ വിവരങ്ങളുള്ളത്? ഒപ്പം തന്നെ പുതിയ സംഘടന, അതിനെക്കുറിച്ച് എന്താണ് അണ്ണാമലൈ പറയുന്നത്? അതായത് രാജിക്കത്തിൽ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഭാഷയും തമിഴ്നാടിന്റെ സംസ്കാരവും മനസ്സിലാക്കാൻ ദേശീയ പാർട്ടികൾക്ക് സാധിച്ചില്ല. അതാണ് തമിഴ്നാട്ടിലെ പരാജയത്തിന് കാരണം എന്നാണ് ഒറ്റ വരിയിൽ നമുക്ക് ആ കത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. തമിഴ്നാടിനെ മനസ്സിലാക്കാൻ, തമിഴ്നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ, ഭാഷയെ മനസ്സിലാക്കാൻ, സംസ്കാരത്തെ മനസ്സിലാക്കാൻ ദേശീയ തലത്തിലുള്ള ആർക്കും തന്നെ സാധിച്ചില്ല എന്നുള്ളതാണ്. അതാണ് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം തമിഴ്നാടിന്റെ സംസ്കാരത്തെയും ഭാഷയെയും തമിഴ് ജനങ്ങളുടെ വികാരത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സംഘടനയായി രൂപീകരിച്ചിരിക്കുന്നത്. അത് ഒരു പറഞ്ഞ രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണത്. വി ദ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് 2020 രൂപീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മ നിലവിലുണ്ട്. ആ കൂട്ടായ്മയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നിപ്പോൾ ലൈവിന് ശേഷം അതിൽ ജോയിനിങ് ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ചേർക്കാനുള്ള ഒരു ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ ആ പാർട്ടി, ആ ഒരു സംഘടനയിൽ എന്തായാലും ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കുക, കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഒരുപാട് ആരാധകരൊക്കെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അണ്ണാമലൈ. അപ്പോൾ ആ ആരാധക വൃന്ദത്തെ വീണ്ടും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് പിന്നീട് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.